ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി. തുടക്കം മുതൽ മികച്ച രീതിയിൽ കളിച്ച ഇന്ത്യക്ക് അത് വിജയമാക്കി തീർക്കാൻ സാധിച്ചില്ല. 2 ഇന്നിംഗ്സിൽ നിന്നായി 5 സെഞ്ചുറികൾ ഇന്ത്യ നേടിയെങ്കിലും പരാജയപ്പെട്ടത് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യ സംഭവമാണ്. യഥാർത്ഥത്തിൽ ഈ വിജയം ഇന്ത്യ സമ്മാനിച്ചതാണെന്ന് വേണം പറയാൻ. ഇന്ത്യക്ക് പറ്റിയ പിഴവുകളാണ് ഇംഗ്ലണ്ടിന് ഈ വിജയം സമ്മാനിച്ചത്. ഫീൽഡിങ്ങിലെ പിഴവുകൾ എടുത്തു പറയേണ്ടതാണ്. 2 ഇന്നിംഗ്സിൽ നിന്നായി 8 ക്യാച്ചുകളാണ് ഇന്ത്യൻ ഫീൽഡർമാർ വിട്ടുകളഞ്ഞത്. ഇതിൽ 4 എണ്ണം യശസ്വി ജയ്സ്വാളാണ് വിട്ടുകളഞ്ഞത്. ആദ്യ ഇന്നിംഗ്സിൽ 3 ക്യാച്ചുകളും രണ്ടാം ഇന്നിംഗ്സിൽ 2 ക്യാച്ചുമാണ് താരം വിട്ടുകളഞ്ഞത്. ഈ ക്യാച്ചുകൾ വിട്ടുകളഞ്ഞതിലൂടെ 166 റൺസാണ് താരം സമ്മാനിച്ചത്. എന്നാൽ താരം നേടിയതോ 105 റൺസ്. ഈ ക്യാച്ചുകൾ ഇന്ത്യ കൈവശമാക്കിയിരുന്നെങ്കിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് മികച്ച ലീഡ് നേടാൻ സാധിക്കുമായിരുന്നു. കൂടാതെ വാലറ്റത്തിൻ്റെ ദയനീയ ബാറ്റിംഗ് പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. 2 ഇന്നിംഗ്സിലും ഇന്ത്യൻ ലോവർ ഓർഡറിൻ്റെ പ്രകടനം പരിതാപകരമായിരുന്നു. തുടക്കം മികച്ചതാകുമ്പോൾ ലോവർ ഓർഡറിൽ വരുമ്പോൾ കൂട്ടത്തകർച്ചയിലേക്കാണ് ഇന്നിംഗ്സുകളെല്ലാം തന്നെ അവസാനിച്ചിരുന്നത്. ഈ കൂട്ടത്തകർച്ചയില്ലായിരുന്നെങ്കിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 500-ന് മുകളിൽ റൺസ് നേടുമായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 471 റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത്. 7 വിക്കറ്റുകൾ 41 റൺസിനാണ് ഇന്ത്യക്ക് നഷ്ടമായത്. എന്നാൽ ഈ ആദ്യ ഇന്നിംഗ്സിൻ്റെ തനിയാവർത്തനം തന്നെയാണ് രണ്ടാം ഇന്നിംഗ്സിലും ഉണ്ടായത്. 450 റൺസിൻ്റെ ലീഡ് ഇന്ത്യ ഉയർത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും 371-ൽ ഒതുക്കേണ്ടി വന്നു. ഇവിടെയും കൂട്ടത്തകർച്ചയായിരുന്നു ഫലം. കൂടാതെ ബോളർമാരുടെ മോശം പ്രകടനവുമാണ്. ജസ്പ്രീത് ബുംറയുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഫാസ്റ്റ് ബോളർമാർക്ക് മുതലാക്കാൻ പറ്റിയ പിച്ചും സാഹചര്യവും എല്ലാം ഉണ്ടായിട്ടും ബുംറ ഒഴികെ മറ്റാർക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയും എല്ലാം പന്തെറിഞ്ഞത് ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തീർത്തു. കൂടാതെ ഷർദുൽ താക്കൂറും എല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെന്ന് വേണം പറയാൻ. അടുത്ത ടെസ്റ്റിൽ ഇന്ത്യ ഈ പിഴവുകളെല്ലാം തിരുത്തി മികച്ച പ്രകടനമായി പുറത്തു വരുമെന്ന് കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.